ഹായ് ഡിയർ ഫ്രണ്ട്സ്, കാറ്റിൻ്റെ എക്സാം ഫെബ്രുവരി 4-നാണല്ലേ. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എക്സാം ലാപ്ടോപ്പും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പും മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മോഡൽ എക്സാമിന്. അതുപോലെ തന്നെ ഇപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് ഇല്ലാത്തവർ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും മക്കൾക്ക്. അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് മൊബൈൽ ഫോണും ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ആപ്പിൾ ഐഫോണുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല, iOS കോമ്പാക്റ്റബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ ക്രോം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സഫാരി അടിച്ച് അതുപോലെ തന്നെ ഫയർഫോക്സോ പാരമീൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും നമ്മൾ കറക്റ്റായിട്ട് അസസ്മെൻറ്റ് ഓക്കെ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അസസ്മെൻറ്റ് ആപ്ലിക്കേഷൻ നടത്തണം. അതുപോലെ തന്നെ മൈക്രോഫോണും വെബ് ക്യാമും എന്തായിരിക്കണം, വർക്കിംഗ് ആയിരിക്കണം. ഓക്കെ, അതിന് പ്രധാന ഘടകം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ചെക്ക് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഉണ്ടാവുക, ചിലപ്പോൾ എന്ത് ചെയ്യേണ്ട, അവിടെ ഡെസ്ക്ടോപ്പ് വേർഷനിലേക്ക് ചിലപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിനെ നമ്മൾ മാറ്റേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിലിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മക്കൾ. ഓക്കെ, അപ്പോൾ ഒന്നിന് ക്ലാരിറ്റി ആയി, എക്സാമിൽ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതിനുള്ള ക്ലാരിറ്റി ആയി. ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഇതേപോലെ മെയിൽ വന്നിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തായാലും നല്ല രീതിയിൽ എക്സാം എഴുതുക.